വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ഭാരവാഹികൾക്ക് കൊല്ലത്ത് സ്വീകരണം നൽകി. ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ജില്ലാ സഹകരണ ബാങ്കിന് സമീപത്ത് നിന്നുമാണ് സ്വീകരണ ഘോഷയാത്ര ആരംഭിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ദേവരാജൻ, ട്രഷറർ PC ജേക്കബ്, വർക്കിംഗ് പ്രസിഡന്റ് ബാപ്പു ഹാജി ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾക്കാണ് കൊല്ലത്ത് സ്വീകരണം നൽകിയത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ഇതിനു മുന്നോടിയായി സ്വീകരണ ഘോഷയാത്രയും നടത്തി. സമ്മേളനം അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനേക്കാൾ വേഗതയിൽ സാധിക്കും. അതിന് ഈ പറയുന്നത് പോലെയുള്ള വലിയ നിക്ഷേപം സംസ്ഥാന സർക്കാരിന്, വലിയ മുതൽ മുടക്ക് സംസ്ഥാന സർക്കാരിന് മുതൽ മുടക്കേണ്ടതില്ല. ഏറ്റവും അവസാനം കണക്ക് വയ്ക്കുമ്പോൾ ലഭിക്കുന്നത് നികുതി ചോർച്ച എവിടെയാണ് കൃത്യമായി സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ കൃത്യമായ നികുതിയിലടക്കം അല്ലെങ്കിൽ നിയമപരമായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന കേരളത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിന് പോലെ തന്നെ കേരളത്തെ വ്യാപാര സൗഹൃദമാക്കി മാറ്റുന്നതിനും ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതുതന്നെയായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിലും അതിനുവേണ്ടി പ്രഖ്യാപിച്ച ധവളപത്രത്തിലടക്കം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പറഞ്ഞത്. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ K എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കൊല്ലം മേയർ AK ഹഫീസ്, മുൻ MLA M നൌഷാദ, അഫ്സൽ മുസ്ലിയാർ, A അൻസാരി, B രാജീവ്, AJ ഷാജഹാൻ, C ധനീഷ് ചന്ദ്രൻ, ജോജിൻ T ജോയി, Y വിജയൻ, V സബിൽ രാജ്, സലിം രാമനാട്ടുകര, ജിമ്മി ചക്കിയത്ത തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ശ്രീ രാജു അപ്സരയുമായി ചേർന്നാണ് സംസ്ഥാന ബോർഡിൽ ഒന്നുമാകുന്നത്. ഞാനിത് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ചുമട്ടുതൊഴിലാൻ ക്ഷേമനിധി ബോർഡാണെങ്കിലും വ്യാപാരികളെ പ്രതിനിധീകരിച്ചാണ് അവിടെ എത്തിയിട്ടുള്ളതെങ്കിലും വ്യാപാരികളുടെ വിഷയങ്ങളെ സംബന്ധിച്ചും അതുപോലെ ശക്തമായ ഭാഷയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുള്ളവരാണ്. ചിന്നക്കട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ റോഡ്, പായിക്കട റോഡ് ഇവിടെയൊക്കെ പഴയ കാലഘട്ടത്തിൽ കാളവണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ ടൺ കണക്കിന് കാളവണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നൊരു കാലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത്രയും കാളവണ്ടി നിറഞ്ഞു പോകുമ്പോൾ മനുഷ്യൻ നടന്നു നീങ്ങാൻ കഴിയാത്തൊരു പ്രദേശമായിരുന്നു പായിക്കട റോഡ്. മെയിൻ റോഡൊക്കെ അഭിമാന പുരസ്സരം നമ്മുടെ കൊല്ലത്ത് നഗരം മെയിൻ റോഡ് എന്നൊക്കെ സൂചിപ്പിക്കുമായിരുന്നു. ഇന്നിപ്പോ 12 മണിയാകുമ്പോൾ തന്നെ ഒട്ടുമിക്ക കടകളും ഹോൾസെയിൽ കടകളൊക്കെ അടച്ചുപൂട്ടുന്ന സാഹചര്യം. ഞാൻ ശ്രീ ദേവരാജൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ശ്രീരാമനെ കുറിച്ചാണ് ഓർമ്മ. എന്താന്ന് ചോദിച്ചാൽ ആദർശത്തിൻ്റെ മുഖം ശ്രീരാമചന്ദ്രനാണെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം തൻ്റെ പിതാവിന് വേണ്ടി രാജ്യം ഉപേക്ഷിച്ചു, വാക്ക് പാലിക്കാൻ, രാജധർമ്മം പാലിക്കാൻ വേണ്ടി ഭാര്യയെ ഉപേക്ഷിച്ചു, പതിവ്രതയായ സീതാദേവി ഉപേക്ഷിച്ചു. അങ്ങനെ നിലപാടുകളും തൻ്റെ ജീവിതചര്യ, തൻ്റെ കർത്തവ്യം എന്താണ് അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഇതിഹാസ നായകനാണ് ശ്രീരാമചന്ദ്രൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.